ഏവർക്കും സ്നേഹവന്ദനം. യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ തിരസ്കരിക്കുന്ന ഇസ്ലാമിക ചിന്താഗതികൾ അല്ലെങ്കിൽ അവരുടെ ദൈവശാസ്ത്രപരമായിട്ടുള്ള ആശയങ്ങൾ സത്യദൈവത്തിൽ നിന്ന് മനുഷ്യനെ നിത്യമായിരിക്കുന്ന ജീവനിൽ നിന്ന് മനുഷ്യനെ നിത്യമായിരിക്കുന്ന നരകത്തിലേക്കുള്ള ഒരു പ്രയാണത്തിലേക്ക് പ്രേരിപ്പിക്കുന്നതാണ്. മനുഷ്യന് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യജീവൻ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൽ കൂടെ സകല മനുഷ്യരും സകല മാനവരും ദൈവിക സന്നിധിയിലേക്ക് വന്ന് ദൈവത്തെ അറിയണം, അനുഭവിക്കണം, ദൈവ മക്കളായി തീർന്ന് നിത്യതയിലെത്തണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ദൈവം രക്ഷാമാർഗത്തെ ഒരുക്കിയത്. അത് ക്രൂശിന്റെ മാർഗമാണ്. ക്രൂശിന്റെ മാർഗം ഒരിക്കലും തിരസ്കരിക്കുന്നവർക്ക് ശരിയായ വിധത്തിൽ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ തന്നെ കഴിയുകയില്ല. കാരണം ദൈവം ക്രൂശിന്റെ മാർഗം മനുഷ്യവർഗത്തിന് വേണ്ടി കൃത്യമായി ഒരുക്കിയത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. ആ പദ്ധതിക്ക് വിപരീതമായിട്ടാണ് പൈശാചികനായ ഇബ്ലീസായവൻ മനുഷ്യനെ ക്രിസ്തുവിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെ തിരസ്കരിക്കുന്ന ആരായിരുന്നാലും ശരി, അവരാരും തന്നെ ദൈവത്തിൽ നിന്നുള്ളവരല്ല, അവർ പൈശാചികനിൽ നിന്നുള്ളവരാണ് എന്ന് കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ വീഡിയോയിൽ പഠിക്കുകയുണ്ടായി. ഇന്ന് അതിൻ്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിന് ധാരാളം തെളിവുകളുണ്ട്, ചരിത്രപരമായിട്ടുള്ള വസ്തുതകളുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു തെർത്തുല്യൻ എന്ന് പറയുന്ന സഭാപിതാവിൻ്റെ വാക്കുകൾ ഉദ്ധരിക്കുകയുണ്ടായി. നിങ്ങളിതുവരെ അത് കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ലെങ്കിൽ ദയവുണ്ടായിട്ട് അത് കേൾക്കണമേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. രണ്ടാമതായിട്ട് യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു, മരിച്ചു എന്നുള്ളതിൻ്റെ തെളിവായിട്ട് യേശുവിൻ്റെ വിലാപ്പുറത്ത് കുത്തിയ ഒരനുഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. യേശുവിൻ്റെ പാർശ്വത്തിൽ ഒരു കുന്തം വെച്ച് കുത്തുകയും അങ്ങനെ ആ പാർശ്വത്തിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെടുകയും ചെയ്തു. അത് രക്തവും വെള്ളവും പുറപ്പെട്ടു വന്നു എന്ന് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ 19-ാം അധ്യായത്തിന്റെ 34-ാം വാക്യത്തിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. അതായത് മരണം സംഭവിച്ചു എന്ന് കോടതിയിൽ തെളിവായിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന മെഡിക്കൽ തെളിവുകളെയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇപ്പൊ യേശുവിന്റെ മരണത്തിന് ശാരീരികമായി ക്രൂശിലേറ്റൽ മൂലമുള്ള രണ്ട് പ്രധാന കാരണങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒന്ന്, ഹൈപ്പോ വോളിമിക് ഷോക്ക് എന്ന് പറയും. ഹൈപ്പോ വോളിമിക് ഷോക്ക് എന്നുള്ളത് അത് നിർജ്ജലീകരണവും രക്തമില്ലായ്മയും കൊണ്ടുണ്ടാകുന്ന ഒരു ക്ഷീണവും അതേപോലെ തന്നെ ശ്വാസമുട്ടലും തൽഫലമായിട്ടുണ്ടാകുന്ന മരണത്തെ കുറിക്കുന്നതാണ്. ഹൈപ്പോ വോളിമിക് ഷോക്ക് എന്നത് കുറഞ്ഞ രക്തത്തിൻ്റെ അളവിന് ഡോക്ടർമാർ ഉപയോഗിക്കുന്ന ഒരു പദമാണെന്നുള്ളത് നമുക്കറിയാം. ക്രിസ്തുവിൻ്റെ മേലുള്ള ക്രൂരമായ ചമ്മട്ടി കൊണ്ടുള്ള അടിയും പീഡനങ്ങളും മൂലം ധാരാളം രക്തം നഷ്ടപ്പെട്ടുകൊണ്ടേയിരുന്നു. നമുക്കറിയാവുന്ന പോലെ പെസഹ പെരുന്നാളിൻ്റെ അന്ന് യേശുവിനെ അവർ ബന്ധിക്കുകയും യേശു കർത്താവിനെ അവർ ന്യായവിസ്താരങ്ങൾ നടത്തുകയും യേശുവിനെ ഒരു ഗുഹയിലിടുകയും അവിടെ നിന്ന് വീണ്ടും കയറ്റിയിട്ട് യേശുവിനെ മർദ്ദിക്കുകയും അവൻ്റെ ശരീരത്തിലെ തോല് പോലും വെളിയിലേക്ക് വരത്തക്കവണ്ണം ചമ്മട്ടി കൊണ്ട് ചാട്ടാവാർ കൊണ്ട് അടിക്കുകയൊക്കെ ചെയ്തു. ശരീരത്തിലെ രക്തം ധാരധാരയായിട്ട് ഒഴുകി. അവൻ്റെ കുരിശ് ചുമക്കാൻ തക്കവണ്ണം കർത്താവിന് സാധിക്കാത്ത ഒരു സാഹചര്യം പോലും ഉണ്ടായി എന്നുള്ളത് തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അത്രത്തോളം അവൻ ദുർബലനായിത്തീർന്നു. അപ്പം ഹൈപ്പോ വോളിമിക് ഷോക്കിൽ കുറഞ്ഞ രക്തസമ്മർദ്ദത്തിൻ്റെ കാരണത്താൽ ഒരു ഇരയെപ്പോലെ യേശു പല സ്ഥലങ്ങളിലും കുഴഞ്ഞു വീഴുന്നതായിട്ട്, കുരിശുമായിട്ട് പോകുന്ന സമയത്ത് വീഴുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ശരീര ദ്രാവകങ്ങൾ സംരക്ഷിക്കാൻ കഴിയാതെ വൃക്കകളും പ്രവർത്തനരഹിതവും ആകുകയും വലിയ ക്ഷീണത്തോടുകൂടെ, വലിയ വേദനയോടുകൂടെ, വലിയ രക്തധമനികളെല്ലാം തന്നെ ചുരുങ്ങിപ്പോകുന്ന സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ യേശു മരിച്ചു എന്നുള്ളത് മെഡിക്കൽ സയൻസ് പരമായിട്ട് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ യേശുവിൻ്റെ മരണം എന്ന് പറയുന്നത് മെഡിക്കൽ ഫീൽഡിൽ നിന്നുകൊണ്ട് പരിശോധിക്കുന്ന ഒരു വ്യക്തിക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും യേശു ക്രൂശിക്കപ്പെട്ടു, മാത്രമല്ല യേശു മരിച്ചു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറയുകയുണ്ടായി, യേശുവിൻ്റെ കൂടെ ക്രൂശിച്ചതായിട്ടുള്ള 2 കുറ്റവാളികളെ അവരുടെ കാലുകൾ ഒടിച്ചു. അതിനുശേഷം യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നപ്പോൾ യേശു മരിച്ചു എന്ന് പടയാളികൾ കണ്ടിട്ടാണ് യേശുവിൻ്റെ വിലാപ്പുറത്ത് അഥവാ പാർശ്വത്തിൽ കുത്തുകയും അങ്ങനെ ആ രക്തവും വെള്ളവും കൂടെ പുറത്തേക്ക് വരികയും ചെയ്തു. അപ്പോൾ ഇത്രയും കൃത്യമായിട്ട് മെഡിക്കൽ സയൻസിൽ പോലും ഇത് തെളിയിക്കപ്പെട്ടിട്ടും
എന്തുകൊണ്ടാണ് മുസ്ലിം സഹോദരങ്ങൾ, പ്രത്യേകിച്ച് അക്ബർ സാഹിബിനെ പോലെയുള്ള ആളുകൾ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെ തിരസ്കരിക്കുന്നത്? അതിൻ്റെ കാരണം അവരെ മതിക്കുന്നത് ഒരു മതമാണ്. ആ മതം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പന്താവിൽ കൂടെ സഞ്ചരിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നതല്ല എന്നുള്ളത് എല്ലാ തലങ്ങളിൽ നിന്ന് നമ്മൾ കൂട്ടി വായിച്ചാലും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് മെഡിക്കൽ ഫീൽഡിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ പെരികാർഡിയത്തിൻ്റെ ചുറ്റും വെള്ളം അടിഞ്ഞുകൂടുകയും അതിനെ തുടർന്ന് ഹൃദയത്തെ ചുറ്റിപ്പറ്റിയുള്ള ആവരണം, മരണത്തിന് മുമ്പ് കുറഞ്ഞ രക്തത്തിൻ്റെ അളവ് മൂലം ഉണ്ടാകുന്ന വേഗത്തിലുള്ള ഹൃദയമിടിപ്പ്, ഹൃദയത്തിനും ശ്വാസകോശത്തിനും ചുറ്റുമുള്ള സഞ്ചിയിൽ ദ്രാവകം ശേഖരിക്കുകയും അങ്ങനെ ക്രിസ്തുവിൻ്റെ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തി മുറിവേൽപ്പിച്ചതിൽ നിന്ന് പുറത്തു വന്ന വെള്ളവും രക്തവും സെറത്തിൽ നിന്ന് കട്ട പിടിക്കുന്നതിലൂടെ മരണം സംഭവിച്ചു എന്നും യോഹന്നാൻ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ യോഹന്നാൻ്റെ ആ സാക്ഷ്യ നിമിത്തം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ മരണം സയൻറ്റിഫിക്കലി ഇറ്റ് വാസ് പ്രൂവൺ. അങ്ങനെ ഇത്രത്തോളം ഗഹനമായിട്ട്, ഇത്രത്തോളം കൃത്യമായിട്ട് അത് രേഖപ്പെടുത്തിയിട്ടും അങ്ങനെ യേശു മരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ രക്ഷ എന്നുള്ള ദൈവത്തിൻ്റെ പദ്ധതിയെ, ദൈവിക രക്ഷയെ മനുഷ്യൻ തട്ടിത്തെറിപ്പിക്കുന്നതിന് തുല്യമാണത്. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യ ജീവനെ, സ്വർഗരാജ്യത്തെ നമ്മൾ തട്ടിത്തെറിപ്പിച്ചിട്ട് എനിക്കിത് വേണ്ട, എനിക്ക് ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷാപദ്ധതി വേണ്ട, രക്ഷാമാർഗം വേണ്ട, ഞാൻ എൻ്റെ പ്രവൃത്തികൾ കൊണ്ട് രക്ഷ സ്വീകരിച്ചു കൊള്ളാമെന്ന് ചിന്തിച്ച് ഇബിലീസിൻ്റെ പിന്നാലെ പോകുന്ന അനുഭവമാണ് അക്ബർ സാഹിബും കൂട്ടരും ഏറ്റെടുത്തിരിക്കുന്നത് എന്നുള്ളത് വിസ്മരിച്ചു പോരുത്. മൂന്നാമതായിട്ട് യേശുവിൻ്റെ കൈകളിലും കാലുകളിലും ആണി അടിച്ചു തുളച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കണം, യേശു കർത്താവിനെ ക്രൂശിക്കുന്ന സമയത്ത് യേശുവിൻ്റെ ഉള്ളം കയ്യിലല്ല ആണി അടിച്ചിരിക്കുന്നത്. പല ആളുകളും തെറ്റായിട്ട് അങ്ങനെ ധരിക്കുകയും ചില ഫോട്ടോകളിലൊക്കെ ആ വിധത്തിൽ നമ്മളെ പ്രദർശിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. യേശുവിൻ്റെ ഈ കൈവെള്ളയിൽ നിങ്ങൾ രണ്ട് കാരണം ഇതിനോട് ബന്ധപ്പെട്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒന്ന്, യേശുവിൻ്റെ ഈ ഉള്ളം കൈയിൽ ആണിയടിച്ചാൽ, ആരുടെ ആയിരുന്നാലും അങ്ങനെ ഉള്ളം കൈയിൽ ആണിയടിച്ചാൽ ആ വ്യക്തിയെ കുരിശിൽ തറച്ചു കഴിയുമ്പോൾ ഈ ശരീരത്തിൻ്റെ ഭാരം കൊണ്ട് ഈ ഭാഗം ചീന്തിപ്പോരും. കാരണം ഇവിടെ ഒന്നും തന്നെ എല്ലുകളില്ല എന്നുള്ള നമുക്കറിയാം, അസ്ഥികളാണ്. അപ്പം ഇത് ചീന്തിപ്പോരും എന്നതിന് യാതൊരു സംശയമില്ല. രണ്ട്, യേശുവിൻ്റെ ക്രൂശീകരണം എന്ന് പറയുന്നത് കേവലം ഒരു യാഗമോ ബലിയോ മാത്രമല്ല. മനുഷ്യവർഗത്തിന് വേണ്ടി യാഗമായി, ബലിയായി, അത് നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ അതിനകത്തൊരു കവനൻ്റ് സാക്രിഫൈസും കൂടിയാണത്, ഉടമ്പടിയുടെ യാഗം കൂടിയാണത്. അത് നമ്മൾ വിസ്മരിച്ചു പോകരുത്. അതിൻ്റെ തെളിവ് ഞാൻ പറഞ്ഞുതരാം. ആ കാലഘട്ടത്തിൽ, ഇത് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് സംഭവിച്ചൊരു കാര്യമാണ്. അപ്പം അന്നത്തെ കാലത്ത് നാട്ടുരാജ്യങ്ങളും അതുപോലെ തന്നെ സാമ്രാജ്യത്വങ്ങളൊക്കെ ലോകത്തിലുണ്ടായിരുന്നു നമുക്കറിയാമല്ലോ. അപ്പോൾ അന്ന് ജനാധിപത്യ സമ്പ്രദായമൊന്നും അല്ല ഉള്ളത്. അപ്പോൾ എന്താ പറ്റിയത്, ഈ നാട്ടുരാജ്യങ്ങൾ തമ്മിൽ ശത്രുതയിൽ കഴിയുമ്പോൾ അവർക്ക് രണ്ടു കൂട്ടർക്കും തമ്മിൽ ഐക്യപ്പെടുവാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ ആ ശത്രുത മാറിയിട്ട് അവർ ഒന്നായിത്തീരണം, അവർക്ക് വളരെ ഐക്യത്തോടുകൂടെ ജീവിക്കണം, ഇനി നമ്മൾ ഐക്യത്തിൽ ജീവിക്കാം, നമുക്ക് ശത്രുത വേണ്ട എന്ന് ചിന്തിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് രണ്ട് രാജാക്കന്മാരും അവരുടെ പ്രതിനിധികളും ഒരുമിച്ച് കൂടി വരുന്ന ഒരു പ്രത്യേക സ്ഥലത്ത് കൂടി വരുന്ന ഒരു സന്ദർഭമുണ്ട്. നമുക്കറിയാമല്ലോ, ഈ പാകിസ്ഥാനുമായിട്ട് നമ്മുടെ രാജ്യമായിരിക്കുന്ന ഇന്ത്യ, നമ്മുടെ അയൽ സംസ്ഥാനമായിരിക്കുന്ന നമ്മുടെ ഇപ്പോൾ ശത്രുരാജ്യമെന്ന് അവർ തന്നെ സ്വയമേ വിശേഷിപ്പിച്ചിരിക്കുന്ന ആ ശത്രുരാജ്യവുമായിട്ടൊക്കെ നമ്മൾ ഒരുപാട് ട്രീറ്റീസ്, കരാറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സിംല കരാറൊക്കെ അവർ പിൻവലിക്കുകയാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മളും ചില കരാറുകൾ വേണ്ട എന്ന് വെച്ചിരിക്കുന്നത് കൊണ്ട് ഇപ്പോൾ തീർച്ചയായിട്ടും ശത്രുതയുടെ അനുഭവത്തിലേക്ക് പോയി. അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അന്നത്തെ കാലത്ത് ഈ ശത്രുരാജ്യങ്ങൾ അവർ തമ്മിലൊരു കരാർ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ഇനി മിത്രങ്ങളായി ജീവിച്ചോളാം, ശത്രുത വേണ്ട എന്ന് ധരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ തീരുമാനിക്കുകയാണെങ്കിൽ രണ്ട് രാജ്യങ്ങളുടെയും രാജാക്കന്മാരും അവരുടെ പ്രതിനിധികളും ഒരുമിച്ച് കൂടുകയും രാജപ്രതിനിധിയായിട്ട് ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുകയും രാജാവ് തിരഞ്ഞെടുക്കുകയും മറുവശത്തു നിന്നും ആ രാജാവിൻ്റെ പ്രതിനിധിയായിട്ട് ഒരാളെ തിരഞ്ഞെടുക്കുകയും അങ്ങനെ ആ രാജ്യത്തിൻ്റെ പ്രതിനിധികളായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന രണ്ടുപേരും അവരുടെ ഈ കൈയുടെ മണിബന്ധം, ഈ ഭാഗമുണ്ടല്ലോ, ഇവിടെ അവർ ആ വെയിൻ കട്ട് ചെയ്യും. ആ ഞരമ്പ് കട്ട് ചെയ്യുമ്പോൾ ചോര ധാരാധാരമായിട്ട് വരും. മറ്റേ ആളുടെ കൈയുടെ ഞരമ്പും ഈ ഭാഗത്ത് മണിബന്ധത്തിൽ അത് കട്ട് ചെയ്യും. എന്നിട്ട് ഈ രണ്ട് ഭാഗങ്ങൾ രണ്ടുപേരും കൂടെ അടുത്ത് വന്നിട്ട്, ഈ രണ്ട് രാജ്യത്തിൻ്റെ പ്രതിനിധികൾ അടുത്തേക്ക് വന്നിട്ട് ഈ മണിബന്ധങ്ങൾ തമ്മിൽ ഈ വിധത്തിൽ അവരെ ഒന്നിപ്പിക്കുമ്പോൾ രണ്ടുപേരുടെയും ചോരകൾ, രക്തങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മിശ്രമാകുകയും അതൊരു ഉടമ്പടിയായിട്ട്, അതിനെ ബ്ലഡ് കവനൻറ്റ് അല്ലെങ്കിൽ രക്ത ഉടമ്പടി എന്ന് പറയും. ആ രക്ത ഉടമ്പടി
അവരെടുത്തു കഴിഞ്ഞാൽ ഈ രണ്ടുപേരും, ഈ ഉടമ്പടി എടുത്തിരിക്കുന്ന രണ്ടുപേരും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇവർക്ക് പിന്നെ ശത്രുത ഉണ്ടാകുകയില്ല. അവർ പിന്നീട് ഒരിക്കലും ശത്രുക്കളല്ല, അവർ മിത്രങ്ങളായി ഐക്യത്തിൽ ജീവിക്കും എന്നുള്ളതാണ് അവരുടെ നിയമം. അത് ആ കാലത്തെ ഒരു നിയമമായിരുന്നു. ഇവിടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പ്രതിനിധിയാണ്. ദൈവം എന്നുള്ള നിലയിൽ, ദൈവപുത്രൻ എന്നുള്ള നിലയിൽ സ്വർഗത്തിൻ്റെ പ്രതിനിധിയായിട്ട് ഇറങ്ങി വന്നവനായ യേശു മനുഷ്യവർഗത്തിൻ്റെയും പ്രതിനിധിയാണ്. അവൻ ദൈവത്തിൻ്റെയും പ്രതിനിധിയാണ്, മനുഷ്യൻ്റെയും പ്രതിനിധിയാണ്. വേറൊരു വാക്കിൽ പറഞ്ഞാൽ യേശു ക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പൂർണ്ണതയിൽ യേശു ക്രിസ്തു മനുഷ്യനെന്നുള്ള നിലയിൽ പൂർണ്ണ മനുഷ്യനായിട്ടും, അതേപോലെ തന്നെ അവൻ ദൈവപുത്രൻ എന്നുള്ള നിലയിൽ ദൈവമായിട്ടും മനുഷ്യനും ദൈവത്തിനും വേണ്ടിയുള്ള മധ്യസ്ഥനാണ്. അപ്പം മനുഷ്യൻ്റെ പ്രതിനിധിയായിക്കൊണ്ടും ദൈവത്തിൻ്റെ പ്രതിനിധിയായിക്കൊണ്ടും അവൻ്റെ ഇരു കൈകളിലും ആണി അടിക്കുവാനായിട്ട് അവൻ സമ്മതിച്ചു. ആണി അടിച്ചപ്പോൾ സംഭവിച്ചത്, ആ രക്തം നമ്മളുടെ പാപത്തെയും പാപക്കറയെയും നീക്കുവാൻ തക്കവണ്ണം എന്നേക്കും മതിയായതാണ്. യേശു മനുഷ്യൻ്റെ പ്രതിനിധിയാണ്. അവന് സബ്സ്റ്റിറ്റ്യൂട്ട് മാത്രമല്ല, അവൻ നമ്മുടെ റെപ്രസെൻറ്റേറ്റീവും കൂടിയാണ്. അപ്പോൾ നമ്മുടെ പകരക്കാരനുമാണ്, നമ്മുടെ പ്രതിനിധിയാണ്. നമുക്കറിയാമല്ലോ, നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിനിധികൾ, അംബാസഡേഴ്സ്, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ പോയി താമസിക്കുന്നുണ്ട്. അവരെടുക്കുന്ന ഏതൊരു തീരുമാനം രാജ്യത്തിൻ്റെ തീരുമാനമാണ്. നമ്മൾ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നുണ്ട്. നമ്മുടെ പഞ്ചായത്തുകളിലേക്ക്, ത്രിതല പഞ്ചായത്തുകളിലേക്ക്, കൂടാതെ നിയമസഭയിലേക്ക്, അതേപോലെ പാർലമെൻറ്റിലേക്കൊക്കെ നമ്മൾ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുമ്പോൾ അവർ സംസാരിക്കുന്നതെല്ലാം നമുക്ക് വേണ്ടി സംസാരിക്കുന്നതാണ്. നമ്മുടെ ഭരണകൂടത്തെ നമ്മൾ തിരഞ്ഞെടുത്ത് അയക്കുമ്പോൾ ആ ഭരണകൂടം നമുക്ക് വേണ്ടി എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളെയും നമ്മൾ അംഗീകരിക്കുന്നവരാണ്. അപ്പം അതേപോലെ നമുക്ക് വേണ്ടിയുള്ള പ്രതിനിധി, നമ്മുടെ പ്രതിനിധിയായിട്ട് യേശു ക്രിസ്തു മരണം സഹിക്കുവാൻ, മരണം ആസ്വദിക്കുവാൻ തക്കവണ്ണം അവൻ സന്നദ്ധനായി. അവൻ ദൈവത്തിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ നമ്മളുമായിട്ടൊരു അനുരഞ്ജനം നടത്തുവാൻ, നമ്മളെ ദൈവത്തോട് അനുരഞ്ജനപ്പെടുത്തുവാനായിട്ട്, റിക്കൺസൈൽ ചെയ്യത്തക്കവണ്ണം യേശുവിൻ്റെ രണ്ട് കരങ്ങളും നമുക്ക് വേണ്ടി ആണി അടിക്കുവാൻ തക്കവണ്ണം ഏൽപ്പിച്ചു കൊടുത്തു. അവൻ്റെ കൈവിളയിൽ നിന്ന് ഒഴുകുന്നതായിട്ടുള്ള രക്തം, അത് അവസാനത്തെ ഒരു തുള്ളി രക്തമുണ്ടെങ്കിൽ അതുപോലും നമുക്ക് വേണ്ടി അവൻ ഊറ്റിത്തന്നു. അപ്പോൾ ഈ യേശു ക്രിസ്തുവിൻ്റെ മരണം ത്രികാലങ്ങൾക്കുമുള്ളതാണ്. ഇവിടെ രണ്ട് ചോദ്യം അക്ബർ സാഹിബിനെ പോലെയുള്ള ആളുകൾ ചോദിക്കാറുണ്ട്. അപ്പോൾ യേശു ക്രിസ്തുവിന് മുമ്പേ ജീവിച്ചിരുന്ന ആളുകളുടെ പാപം ദൈവം എങ്ങനെയാണ് പരിഹരിച്ചത്? അതാണ് ഞാൻ ഇനിയും പറയാൻ പോകുന്ന കാര്യങ്ങൾ. ശ്രദ്ധയോടെ ശ്രവിക്കുമല്ലോ. അക്ബർ സാഹിബ് ശ്രദ്ധിക്കണം. നിങ്ങളുടെ അനുയായികളെല്ലാം ഇത് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കാരണം ഇതല്ലാതെ മറ്റൊരു മാർഗം നിങ്ങളുടെ രക്ഷയ്ക്കില്ല. അതുകൊണ്ടാണ് ഇത് വളരെ കൃത്യമായിട്ട് നിങ്ങളോട് പങ്കുവെക്കുന്നത്. യേശു ക്രിസ്തുവിന് മുന്നോടിയായിട്ടുള്ള എല്ലാ യാഗങ്ങളും പഴയ ഏർപ്പാടിൽ അല്ലെങ്കിൽ പഴയ നിയമത്തിൽ അല്ലെങ്കിൽ തനാക്കിൽ പറഞ്ഞിരിക്കുന്ന യാഗങ്ങളുണ്ട്. ലേവ്യ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ അവിടെ 6 തരത്തിലുള്ള യാഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ആ യാഗങ്ങളെല്ലാം തന്നെ പിതാവായ ദൈവം അംഗീകരിച്ചത് വരുവാനുള്ള യേശു ക്രിസ്തുവിൻ്റെ മഹായാഗത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. അതുകൊണ്ടാണ് ബൈബിളിൻ്റെ അവസാന പുസ്തകമായിരിക്കുന്ന വെളിപ്പാട് പുസ്തകത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നത്, ലോകസ്ഥാപനം മുതൽക്ക് അറുക്കപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞാട്. മറന്നുപോകരുത്, ലോകസ്ഥാപനം മുതൽക്ക് അറുക്കപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞാട്. അപ്പോൾ യേശു ക്രിസ്തു ലോക ആരംഭം മുതൽ തന്നെ അവൻ ബലിയായിത്തീർന്നിട്ടുണ്ട്. ആ ബലിയുടെ പരിസമാപ്തിയാണ് കാൽവരി കുരിശിൽ സംഭവിച്ചിരിക്കുന്നത്. ആ ബലിയുടെ ലോക സ്ഥാപനം മുതൽക്ക് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുകയും ദൈവത്തോടുള്ള സഹിത്വത്തിൽ നിന്ന് മനുഷ്യൻ മാനസാന്തരപ്പെട്ട് ഇബിലീസിൻ്റെ, പിശാചിൻ്റെ അടിമയായി തീരുകയും ചെയ്തായിട്ടുള്ള സമയം മുതൽ അവനെ രക്ഷിക്കാനായിട്ടുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ് യേശു ക്രിസ്തുവിൻ്റെ ബലി. അതുകൊണ്ടാണ് തനാക്കിൽ അഥവാ ആദിമ പുസ്തകമായിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ തന്നെ മഹാബലിയായി തീരാൻ പോകുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യത്തെ വാഗ്ദത്തം കൊടുക്കുന്നത്. അതെന്താണ്? ക്രിസ്തുവിൻ്റെ ബലിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വാഗ്ദത്തമാണ്. മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അന്ന് മുൻകാലത്ത് യേശു ക്രിസ്തുവിന് മുന്നോടിയായിട്ട് ജീവിച്ചിട്ടുള്ള എല്ലാ മനുഷ്യരുടെയും പാപത്തെ ദൈവം പരിഹരിച്ചത് അല്ലെങ്കിൽ ക്ഷമിച്ചത്, അവരർപ്പണം ചെയ്തതായിട്ടുള്ള യാഗത്തെ ദൈവം അംഗീകരിച്ചത് വരുവാനുള്ള മഹായാഗമായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ ബലിയുടെ അടിസ്ഥാനത്തിലാണ്. എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ത്രികാലങ്ങളുടെയും ദൈവമാണ്. ഭൂതം, ഭാവി, വർത്തമാനം ഈ കാലഘട്ടങ്ങളുടെയൊക്കെയും ദൈവം തന്നെ ആയതുകൊണ്ടും ത്രിലോകങ്ങളുടെയും ദൈവമായതുകൊണ്ടും മുമ്പുണ്ടായിരുന്നവരുടെയും
ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും ഇനിയും ജീവിക്കാൻ പോകുന്നവരുടെയും ഒക്കെ പ്രതിനിധിയായിട്ടാണ് ക്രിസ്തുവിൻ്റെ പരമമായ യാഗം ക്രൂശിൽ സംഭവിച്ചത്. അത്രയും ക്ലിയറായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയങ്ങളുള്ള ചോദിക്കാം. അതിനോടൊപ്പം തന്നെ ഞാൻ പറയട്ടെ, ദയവുണ്ടായിട്ട് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സ്നേഹിതർക്ക് ഇതൊന്ന് പങ്കുവെച്ച് കൊടുക്കണം. നിങ്ങളുടെ പരിചയക്കാർക്കൊക്കെ ഇതൊന്ന് അയച്ചു കൊടുക്കണം. കാരണം ഇതല്ലാതെ മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു മാർഗമില്ല. അതുകൊണ്ട് ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. വളരെ സീരിയസ് ആയിട്ട് തന്നെ നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കണം. എത്ര നല്ല ആശയങ്ങൾ പറയുന്നവരായിരുന്നാലും രക്ഷ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാനമായിട്ട് ദൈവം തരുന്നത് ദാനമായി സ്വീകരിക്കാൻ തക്കവണ്ണം നമ്മൾ മനസ്സ് കാണിക്കുന്നവരായിരിക്കണം. മനസ്സിലായല്ലോ? അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ കൈവെള്ളയിൽ ആണി അടിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ ഭാരത്താൽ കൈവെള്ള ചീന്തിപ്പോരും. അതുകൊണ്ട് യേശുവിൻ്റെ കൈവെള്ളയിലല്ല ആണി അടിച്ചത്. മാത്രവുമല്ല, യേശുവിൻ്റെ യാഗമെന്ന് പറയുന്നത് അതൊരു കേവലം ഒരു യാഗമായിരുന്നില്ല, മറിച്ച് അതൊരു ഉടമ്പടിയുടെ രക്തച്ചൊരിച്ചിലാണ്, അല്ലെങ്കിൽ കവനൻ്റ് ബ്ലഡ് സാക്രിഫൈസ് ആയിരുന്നു എന്ന് ഞാൻ പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി നമ്മൾ വിശുദ്ധ ബൈബിളിൽ റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമ്മളും ദൈവവും തമ്മിലുള്ള ആ ശത്രുത്വത്തിൻ്റെ ആ വലിയ പൂർണ്ണതയെക്കുറിച്ച് അവിടെ വിവരിക്കുന്നുണ്ട്. നാം ദൈവത്തോട് ശത്രുക്കളായിരുന്നു, നമ്മൾ ദൈവ കോപത്തിന് പാത്രീഭൂതരായിരുന്നു, ദൈവത്തോട് നമ്മൾ വേർപെട്ടവരായിരുന്നു എന്നൊക്കെ അവിടെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പം നമ്മളെ ദൈവത്തോട് അടുപ്പിക്കണമെങ്കിൽ ക്രിസ്തുവിൻ്റെ ബലിയല്ലാതെ മറ്റൊരു മാർഗവുമില്ലായിരുന്നു. ഇനി വേറൊരു കാര്യം കൂടെ, ഈ ക്രിസ്തുവിൻ്റെ യാഗം, ബലി എങ്ങനെയാണ് ക്രിസ്തുവിന് മുമ്പേ ജീവിച്ചിരുന്ന ആളുകൾക്ക് പ്രയോജനമായി തീർന്നത്? അതിൻ്റെ കാരണം വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരാം. നമ്മൾ വിശുദ്ധ ബൈബിൾ പുതിയ നിയമത്തിൽ 2 ഭാഗത്തൊന്ന് എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിലും മറ്റൊന്ന് പത്രോസിൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിലും വായിക്കുമ്പോൾ അവിടെ അവൻ പാതാളത്തിലേക്ക് ഇറങ്ങിയാരാ? യേശു ക്രിസ്തു. ക്രൂശിൽ മരിച്ചവനായ കർത്താവിനെ അടക്കം ചെയ്തു. ആ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടതുകൊണ്ട് ഞാനത് വിവരിക്കുന്നില്ല. ആ യേശുവിനെ അടക്കം ചെയ്ത് കഴിഞ്ഞപ്പോൾ യേശു 3 രാവും 3 പകലും കല്ലറയ്ക്കകത്തുണ്ടാകും എന്ന് പറഞ്ഞല്ലോ, തൻ്റെ ശരീരം. പക്ഷേ തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തവൻ അവൻ എന്ത് ചെയ്യുന്നറിയാമോ? അവൻ പാതാളത്തിലേക്ക് ഇറങ്ങിയിട്ട് മരിച്ചവരോടും സുവിശേഷം അറിയിച്ചു. തടവിൽ കിടന്നായിട്ടുള്ള ആളുകളെ അതിൽ നിന്ന് വിമോചിപ്പിച്ചു. അതുകൊണ്ടാണ് യേശുവിൻ്റെ മരണ സമയത്ത് പലരും ഉയർത്തെഴുന്നേൽക്കത്തക്കൊണ്ട് ഇടയായിത്തീർന്ന കാര്യത്തെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നത്. ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കണം, യേശു കർത്താവിൻ്റെ ക്രൂശിലെ യാഗം കൊണ്ട് ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകൾക്കോ യേശുവിന് ശേഷം ജീവിച്ചിട്ടുള്ള ആളുകൾക്കോ മാത്രമല്ല രക്ഷ, മറിച്ച് അതിനു മുമ്പേ ജീവിച്ച ആളുകൾക്കും യേശുവിൻ്റെ ക്രൂശിലെ ബലിയിൽ കൂടെ മാത്രമാണ് രക്ഷ. അവര് സിയോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിശബ്ദ സ്ഥലം. ആ നിശബ്ദ സ്ഥലത്ത് വിശ്രമിക്കുന്നവരായിരുന്നു. പഴയ നിയമത്തിൽ തനാക്കിലൊക്കെ പറഞ്ഞിരിക്കുന്ന അബ്രഹാം, ഇസാക്ക്, യാക്കോബൊക്കെ പറയുന്ന അങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ, ഇസ്രായേൽ മക്കളും അല്ലാത്ത അതിനു മുമ്പൊക്കെ ജീവിച്ചിരുന്ന ആളുകളൊക്കെ, ആദം മുതലുള്ള ആളുകളൊക്കെ, അവരൊക്കെ തടവിൽ തന്നെയായിരുന്നു. തടവിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ സുവിശേഷം കേൾക്കണം. ക്രിസ്തുവിനെ കുറിച്ചുള്ള യേശു ക്രിസ്തുവാണ് സ്വർഗത്തിലേക്കുള്ള ഏക മാർഗം, ഏക വഴി, ഏക സത്യം, ഏക ജീവൻ എന്നുള്ളത് അവരും കേൾക്കേണ്ടത് അനിവാര്യമായിരുന്നത് കൊണ്ട് അവരൊക്കെയും അത് കേൾക്കാൻ തക്കവണ്ണം പരുവപ്പെട്ട് യാഗങ്ങളൊക്കെ അർപ്പിച്ചു കഴിഞ്ഞവരായിരുന്നു. അങ്ങനെയുള്ള ആളുകളോട് ആ യേശു കർത്താവ് പാതാളത്തിലേക്ക് ഇറങ്ങി അവരോടും സുവിശേഷം അറിയിച്ചു. തൽഫലമായിട്ടാണ് അവരുടെ ബന്ധനങ്ങളിൽ നിന്ന് അവർ വിമോചിതരായത്. കാരണം അവർക്ക് വേണ്ടിയിട്ടും കൂടെ ബലിയായിത്തീർന്നവനായ കർത്താവിൻ്റെ രക്ഷണ്യ പ്രവർത്തനത്തെ, സുവിശേഷത്തെ അവർക്ക് കേൾക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പം സംശയം മാറിയെന്ന് വിശ്വസിക്കുന്നു. എക്കാലത്തും ഇന്നോളം ലോകത്തിലുണ്ടായ ഏത് മനുഷ്യനും രക്ഷ അനിവാര്യമാണെങ്കിൽ അത് ക്രിസ്തുവിൻ്റെ ക്രൂശിൽ കൂടെ മാത്രമാണ്. അതുകൊണ്ടാണ് ലോക ചരിത്രത്തിൻ്റെ മധ്യസ്ഥനായിട്ട് യേശുവിനെ നമുക്ക് കാണാൻ കഴിയുന്നത്. മുൻകാലങ്ങളിൽ ജീവിച്ചവർക്കും പിൽക്കാലങ്ങളിൽ ജീവിക്കുന്നവർക്കും യേശു മാത്രമാണ് രക്ഷയ്ക്കായിട്ടുള്ള ഏക വഴിയും സത്യം ജീവനും. അപ്പോൾ യേശുവിൻ്റെ ക്രൂശിലെ യാഗത്തിൽ കൂടെ നമുക്ക് ലഭിക്കുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടെ ഞാൻ പറഞ്ഞിട്ട് ഈ സെഷൻ അവസാനിപ്പിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. അത് നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കുമല്ലോ. അപ്പോൾ പടയാളികൾ ഒരുത്തൻ യേശുവിൻ്റെ
വിലാപ്പുറത്ത് കുത്തി, കുന്തം വെച്ച് കുത്തി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ നിന്ന് രക്തവും വെള്ളവും പുറത്തേക്ക് ഒഴുകി വന്നു. അത് കർത്താവ് മരിച്ചു എന്നതിൻ്റെ തെളിവ് മാത്രമല്ല, അതിനകത്തൊരു ദൈവശാസ്ത്രപരമായ ഒരു വിഷയം കൂടെയുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാവുന്ന പോലെ ആദിമ മനുഷ്യനായ ആദമിൻ്റെ വാര്യലിൽ നിന്ന് അല്ലെങ്കിൽ പാർശ്വത്തിൽ നിന്നാണ് ദൈവം സ്ത്രീയെ വേർതിരിച്ചത്. ഞാൻ നേരത്തെ ഒരു സെഷനിൽ അത് പറയുകയുണ്ടായി. പുരുഷനിൽ നിന്ന് ദൈവം സ്ത്രീയെ തന്നെ വേർതിരിച്ചെടുക്കുകയായിരുന്നു. അവൻ ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ആ സൃഷ്ടിപ്പിനകത്ത് ആദ്യത്തെ മനുഷ്യനിൽ തന്നെ ആണും പെണ്ണും ഉണ്ടായിരുന്നു. അവരെ ദൈവം വേർതിരിച്ചു കൊടുത്തു. പുരുഷൻ്റെ മുമ്പാകെ സ്ത്രീയെ വേർപെടുത്തി കൊടുത്തു. അങ്ങനെ മനുഷ്യൻ്റെ പാർശ്വത്തിൽ നിന്ന് ദൈവം സൃഷ്ടിച്ചതായിട്ടുള്ള അവൻ്റെ ഭാര്യയെ കണ്ടപ്പോഴാണ് അവൻ പാട്ട് പാടിയതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ, ആദ്യ പുസ്തകമായിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ യേശുവിൻ്റെ പാർശ്വത്തിൽ അവരെ വിലാപ്പുറത്ത് കുന്തം വെച്ച് കുത്തിയപ്പോൾ അവിടുന്ന് രക്തവും വെള്ളവും കൂടെ പുറപ്പെട്ടു. എന്തിനു വേണ്ടിയിട്ടാണ്? ഞാൻ പറഞ്ഞതുപോലെ മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് വിമോചനം വരുത്താൻ മാത്രമല്ല, ആ പാപവിമോചനം പ്രാപിക്കുന്നതായിട്ടുള്ള ആളുകൾ യേശുക്രിസ്തുവിൻ്റെ മണവാട്ടിയായ സഭയുടെ അംഗമായി തീരുന്ന ഒരു അനുഭവമുണ്ട്. സഭയെ വിശ്വാസികളുടെ കൂട്ടമാണ് സഭ. വിശ്വാസികളുടെ കൂട്ടം യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ ബലിയിൽ വിശ്വസിച്ച് രക്ഷാനുഭവത്തിലേക്ക് പാപമോചനം പ്രാപിച്ചതായിട്ടുള്ള ജനത്തിന്റെ കൂട്ടത്തെയാണ് എക്ലിസ്യ അല്ലെങ്കിൽ എക് കലയ എന്നുള്ള 2 ധാതു വാക്കുകളിൽ നിന്ന് വന്നിരിക്കുന്ന എക്ലിസ്യ എന്നുള്ള പദം ഉപയോഗിക്കുന്നത്. സഭ എന്നാണ് അതിൻ്റെ അർത്ഥം. വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം, കോൾഡ് ഔട്ട് ഫോർ എ സ്പെഷ്യൽ പർപ്പസ്, ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് ചേർച്ച് അല്ലെങ്കിൽ സഭ എന്ന് പറയുന്നത്. അപ്പോൾ ആ സഭയെ ഒടുക്കത്തെ ആദ്യത്തെ ആദാമിൽ നിന്ന് സ്ത്രീയെ വേർപിരിച്ചതുപോലെ ഒടുക്കത്തെ ആദാമായ യേശുവിൻ്റെ വിലാപ്പുറം അഥവാ പാർശ്വത്തിൽ നിന്നാണ് സഭയെ രൂപീകരിച്ചിരിക്കുന്നത്. അവൻ്റെ മണവാട്ടിയാണ് സഭ. ആ സഭ, അത് ആലങ്കാരികമായിട്ട് പറയുന്ന പദമാണ് മണവാട്ടി എന്നൊക്കെ. അതായത് യേശു കർത്താവ് തനിക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുന്നതായിട്ടുള്ള ജനത്തെയാണ് സഭ എന്ന് പറയുന്നത്. ആ സഭയെ താൻ രക്ഷിച്ചതും അവരെ നിഷ്കളങ്കതയിൽ നയിക്കുന്നതും തൻ്റെ വിലാപ്പുറത്തു നിന്ന് കുത്തപ്പെട്ടപ്പോൾ ചാടിയതായിട്ടുള്ള രക്തവും വെള്ളവും ഉണ്ടല്ലോ, അതിൽ കൂടെ അവൻ അവരെ കഴുകി നിർമ്മലീകരിച്ച് ശുദ്ധീകരിച്ച് തനിക്ക് തന്നെ ശുദ്ധിയുള്ള മണവാട്ടിയായിട്ട് നിർത്തുകയാണ് സഭയായിട്ടുള്ള കർത്താവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കുന്ന തൻ്റെ കൂട്ടത്തെ. അത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻസിൽ എഴുതാം, ഞാനത് പിന്നീട് മറുപടി പറയുന്നതായിരിക്കും. അപ്പോൾ അവസാനമായിട്ട് യേശുവിൻ്റെ മരണസമയത്ത് നടന്നായിട്ടുള്ള ചില അമാനുഷിക കാര്യങ്ങൾ കൂടെ അതും കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിൻ്റെ 50-ാം വാക്യത്തിൽ യേശു വീണ്ടും ഉച്ചത്തിൽ നിലവിളിച്ച് പ്രാണനെ വിട്ടു. 51-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ആ നിമിഷം ദേവാലയത്തിൻ്റെ തിരശീല മുകളിൽ നിന്ന് താഴെ വരെ 2ആയി കീറി, ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ പിളർന്നു, മരിച്ചുപോയ നിരവധി വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ ഉയർത്തെഴുന്നേറ്റു. യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം അവർ കല്ലറകളിൽ നിന്ന് പുറത്തു വന്ന് വിശുദ്ധ നഗരത്തിൽ പ്രവേശിച്ച് പലർക്കും പ്രത്യക്ഷപ്പെട്ടു. യേശുവിനെ കാവൽ നിന്നിരുന്ന ശതാധിപനും അവനോടുകൂടെ ഉണ്ടായിരുന്നവരും ഭൂകമ്പവും സംഭവിച്ചതൊക്കെയും കണ്ട് ഭയന്നിട്ട് പറയുകയാണ്, തീർച്ചയായിട്ടും അവൻ ദൈവപുത്രനായിരുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിൻ്റെ 50 മുതൽ 57 വരെയുള്ള വാക്യങ്ങളിൽ നമ്മളത് കാണുന്നുണ്ട്. അപ്പോൾ ഈ കുരിശു മരണത്തെ പടയാളികൾക്ക് ഇത്ര വ്യത്യസ്തമായി അത് തോന്നാൻ കഴിഞ്ഞത് അവരെ ഭീതിപ്പെട്ടതുകൊണ്ട് മാത്രമല്ല, മറിച്ച് ചില കാര്യങ്ങൾ അവിടെ സംഭവിച്ചതുകൊണ്ടാണ്. ഞാൻ സൂചിപ്പിച്ച പോലെ 3 മണിക്കൂർ നീണ്ടു നിന്ന ഉച്ചതിരിഞ്ഞുള്ള കൂരിരുട്ട്, ഭയാനകമായ എന്തോ ഒന്ന് സംഭവിക്കുന്നു എന്നതിൻ്റെ അടയാളമായിട്ടാണ് അത് അവർക്ക് തോന്നിയത്. അതൊരു മുന്നറിയിപ്പായിട്ടായിരുന്നു അവർക്ക് അത് തോന്നിയത്. ഭൂകമ്പം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 27-ാം അധ്യായത്തിൽ പാറകൾ പിളർന്നതിനെക്കുറിച്ച് പരാമർശിക്കുന്ന ആ സംഭവം വാക്യം 52-ൽ ക്രിസ്തുവിൻ്റെ മരണത്തിന് സാക്ഷ്യം വഹിച്ചവർക്ക് ഇത് എത്രമാത്രം അസ്വസ്ഥതയുണ്ടാക്കിയെന്ന് നിങ്ങൾ ചിന്തിക്കണം. പാറകൾ പിളരുന്നതിനെക്കുറിച്ച് വിശുദ്ധ മത്തായി പരാമർശിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. യെരുശലേം എന്ന് പറയുന്നത് വളരെ പാറക്കെട്ടുള്ള ഒരു പ്രദേശമാണ്. ഞാൻ ആ പ്രദേശത്തൂടെ പഠനത്തിന് വേണ്ടിയിട്ടൊക്കെ പോയ സമയത്ത് കണ്ട കാഴ്ചകളൊക്കെ വളരെ അതിശയിപ്പിക്കുന്നതാണ്. അവിടെ മൃതദേഹങ്ങൾ
പഴയ പ്രവാചകന്മാരുടെയൊക്കെ മൃതദേഹങ്ങളൊക്കെ സംസ്കരിച്ചിരിക്കുന്ന പാറയിൽ ഇങ്ങനെ വെട്ടിയെടുത്ത് ഒരു ഗുഹ പോലെ ഉണ്ടാക്കി അതിനകത്ത് അടക്കം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ മരിച്ച ആളുകളെ അടക്കം ചെയ്യാനായിട്ട് മണ്ണ് കുറവാണ് അവിടെ. അതുകൊണ്ട് തന്നെ മിക്ക ശവകുടീരങ്ങളും പാറക്കെട്ടുകളിൽ നിന്ന് വെട്ടിയെടുത്തതോ അല്ലെങ്കിൽ നിലത്ത് നിന്ന് നിർമ്മിച്ച ഒരു സ്ലാബ് അല്ലെങ്കിൽ ഒരു പാറ അല്ലെങ്കിൽ ഒരു പാറക്കല്ല് കൊണ്ട് അടച്ചതോ ആയിട്ടുള്ള ശവക്കല്ലറകളാണ് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ പിളർന്ന പാറ അല്ലെങ്കിൽ പാറകൾ പിളർന്ന് അവിടെ നിന്ന് ജനങ്ങൾ ഉയർത്തെഴുന്നേറ്റു എന്നാണ് മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്. അപ്പം സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ് പ്രത്യക്ഷപ്പെട്ട കാര്യത്തെക്കുറിച്ച് അതാരൊക്കെയാണെന്നുള്ള നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ആ പ്രത്യക്ഷതയെക്കുറിച്ച് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ ഒരു ചെറിയ രേഖ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പം ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. നമുക്ക് സ്വർഗ്ഗരാജ്യത്തിൽ ചെന്നിട്ട് കർത്താവിനോട് ചോദിക്കുക, ആരൊക്കെയായിരുന്നു അന്ന് ഉയർത്തെഴുന്നേറ്റത്, എന്തുകൊണ്ടാണ് അവർ ഉയർത്തെഴുന്നേറ്റ് എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ യെരുശലേം നഗരത്തിൻ്റെ കവാടങ്ങളിലൂടെ കടക്കുന്നതിന് മുമ്പ് അവർ യേശുവിൻ്റെ പുനരുദ്ധാനം വരെ കാത്തിരിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. യേശുവിനെക്കുറിച്ചുള്ള സുവിശേഷം അവർ കേട്ട് കഴിഞ്ഞപ്പോൾ അവരും ഉയർക്കുവാൻ കൊണ്ട് ഇടയായിത്തീർന്നു. എന്നാൽ ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി ക്രിസ്തു എന്ന് 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ അപ്പോസ്തലൻ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലം യേശു ആയിരുന്നു. അപ്പോൾ ആ യേശു മരിച്ചപ്പോൾ സംഭവിച്ച മറ്റൊരു കാര്യം നമ്മൾ കേട്ടു. ദേവാലയത്തിൽ എന്ത് സംഭവിച്ചു? തിരശ്ശീല മേൽത്തൊട്ട് അടിയോളം ചീന്തിപ്പോയി. താഴേന്ന് ചീന്തുകയായിരുന്നെങ്കിൽ, ചീന്തിയിട്ട് മേളിലോട്ടായിരുന്നു ചീന്തിയെങ്കിൽ ആരെങ്കിലും വന്ന് ചീന്തിയതാണെന്ന് പറഞ്ഞേനെ. പക്ഷേ അതിൻ്റെ തിരശ്ശീല മേൽത്തൊട്ട് അടിയോളം ചിന്തി. എന്തിനാണെന്നറിയാമോ? ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരുവാൻ തടസ്സമായിരുന്നത് വിശുദ്ധ സ്ഥലത്തെയും അതിവിശുദ്ധ സ്ഥലത്തെയും പ്രാകാരത്തെയും, പ്രാകാരം എന്ന് പറയുന്നത് സാധാരണ ജനങ്ങൾ നിൽക്കുന്ന സ്ഥലമാണ്, പുരോഹിതന്മാർ പ്രവേശിക്കുന്ന സ്ഥലമാണ് വിശുദ്ധ സ്ഥലം. അതിവിശുദ്ധ സ്ഥലം വർഷത്തിൽ ഒരിക്കൽ മാത്രം മഹാപുരോഹിതൻ സർവ്വജനത്തിൻ്റെയും പാപത്തിന് പരിഹാരമായിട്ട് അവിടെ കയറി ബലിയർപ്പിക്കുന്നതാണ്. അപ്പം ആ മഹാപുരോഹിതനെയും പുരോഹിതന്മാരെയും അതുപോലെ സാമാന്യ ജനങ്ങളെയൊക്കെ തമ്മിൽ വേർപെടുത്തുന്നതായിട്ടുള്ള ആ തിരശ്ശീലയുടെ മേൽത്തൊട്ടടിയോളം ചീന്തിക്കളഞ്ഞിട്ട് കർത്താവ് പറയുകയാണ്, ഇതാ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കൃപയുടെ വാതിൽ തുറന്നു തന്നിരിക്കുന്നു. കൃപാസനത്തിലേക്ക് ഏത് സമയത്തും നമുക്ക് അടുത്തു വരുവാനും അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ ഒരു മധ്യസ്ഥൻ്റെയും ആവശ്യമില്ലാതെ മറ്റൊരാൾ നമുക്ക് വേണ്ടി ദൈവത്തോട് മധ്യസ്ഥ അണച്ചോ പ്രാർത്ഥിച്ചോ ദൈവം നമ്മുടെ പാപം ക്ഷമിക്കേണ്ടതിൻ്റെ അനിവാര്യതയില്ലാതെ നമുക്ക് നമ്മുടെ പാപങ്ങളെ കൃത്യമായി പിതാവായ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് പുത്രനായ യേശു ക്രിസ്തു നിമിത്തം നമുക്ക് പരിശുദ്ധാത്മാവിലുള്ള ജയജീവിതം നയിക്കത്തക്കവണ്ണം നമ്മളെ സഹായിക്കുന്ന പിതാപുത്ര പരിശുദ്ധാത്മാവാം ദൈവം നമുക്ക് വേണ്ടി ജീവൻ്റെ പുതുമാർഗം തുറന്നു. അതിനെക്കുറിച്ച് നമ്മൾ ലേഖന ഭാഗത്ത് എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത്, അവൻ ജീവൻ്റെ പുതുമാർഗം നമുക്ക് തുറന്നു തന്നു, ജീവൻ്റെ പുതുവഴി നമുക്ക് തുറന്നു തന്നു. ഏതിലേക്കുള്ള പുതുവഴി? കൃപാസനത്തിലേക്ക്. കൃപാസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനർഹമായ സ്ഥാനത്ത് ദൈവം ചൊരിയുന്ന അളവറ്റ കരുണയാണ്. ആ കരുണാമൂർത്തിയായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ സമീപത്തേക്ക് എനിക്കും നിങ്ങൾക്കും ഏത് സമയത്തും ഓടി വരാം. എവിടെ എന്ന് അതിന് ഭാവവ്യത്യാസമില്ല, എവിടെയും ആകാം. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യേ ഞാനുണ്ടാകും. അത് ഓർത്തോണം. നമ്മൾ പലപ്പോഴും ഇങ്ങോട്ട് തിരിഞ്ഞേൽക്കണമോ അങ്ങോട്ട് തിരിഞ്ഞേൽക്കണമോ, ദൈവം എവിടെയാണ് എന്നുള്ള സംശയമൊക്കെ ഉള്ളതുകൊണ്ടും ആ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കലാപങ്ങളൊക്കെ ഉണ്ടാക്കാൻ നമ്മളിൽ പൈശാചികൻ പ്രവർത്തിക്കുന്നതുകൊണ്ടും സംഭവിക്കുന്നത് എന്താണ്? വാസ്തവത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണരാതെ പോകുന്നു. എന്നാൽ ഇവിടെ ഇതാ വലിയവനായ ദൈവം നമ്മളോട് പറയുകയാണ്, 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും, അത് മരണത്തണലിലാണെങ്കിലും അത് ജയിലറയിലാണെങ്കിലും അത് ഏത് സ്ഥലത്താണെങ്കിലും അവിടെ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. ഞാൻ സെമിനാരിൽ പഠിക്കുന്ന സമയത്ത് ഓർക്കുന്നുണ്ട്, നമ്മുടെ ജയിലിൽ പോയി ആരാധന നടത്താനായിട്ട് അന്ന് മദ്രാസിലെ മകൻ എന്നറിയപ്പെടുന്ന റെനി ജോർജിനെയൊക്കെ അവിടെ വെച്ചാണ് പരിചയപ്പെടുവാനിടയായിത്തീർന്നത്. അപ്പോൾ അവരൊക്കെ ആ ജയിലറയിലും ദൈവത്തെ ആരാധിക്കുന്ന അനുഭവമുണ്ട്. സ്കൂളുകളിൽ നമ്മൾ ആരാധനകൾ നടത്താറുണ്ട്. ഞാൻ UP-യിലൊക്കെ പോയപ്പോൾ അവിടെ കണ്ടത് ചുവട്ടിലൊക്കെ ആളുകൾ കൂടിയിരുന്ന് ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. ഗുഹകളിൽ
ദൈവത്തെ ആരാധിക്കാനായിട്ട് ജനം കൂടി വരുന്നുണ്ട്. സ്വാതന്ത്ര്യമില്ലാത്ത സ്ഥലങ്ങളിൽ ചൈനയിലും മറ്റുമൊക്കെ ഒരുപാട് സഭകൾ അങ്ങനെ അത്യധികമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം മാത്രമാണ് മനുഷ്യവർഗത്തെ രക്ഷിക്കാനായിട്ടുള്ളത്. ചില അച്ചായന്മാർക്കുള്ള ഒരു മറുപടിയും കൂടെ ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കട്ടെ. ചില അച്ചായന്മാർ ഈ അടുത്ത സമയത്ത് പറയുന്നത്, നിങ്ങൾ പോയി എല്ലാവരെയും എന്തിനാ കൺവേർട്ട് ചെയ്യുന്നത്? എൻ്റെ പൊന്നച്ചായന്മാരെ, ഞങ്ങൾ ആരെയും പോയി കൺവേർട്ട് ചെയ്യുന്നില്ല. കൺവേർഷൻ എന്ന് പറയുന്ന അനുഭവം എന്താണെന്നറിയാമോ? നിങ്ങൾക്കതില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്കത് മനസ്സിലാകാത്തത്. നിങ്ങളുടെ ഹൃദയത്തിലുണ്ടാകുന്ന പരിവർത്തനമാണ്. ഹൃദയത്തിലുള്ള പരിവർത്തനം ഏതിൽ നിന്ന്? പിശാചിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് മനസ്സ് മാറുന്നതാണ്. ദൈവത്തിൽ നിന്ന് പിശാചിലേക്ക് പോയ മനുഷ്യന് അത് പശ്ചാത്തപിച്ച് അനുതപിച്ച് യേശുക്രിസ്തുവിൻ്റെ യാഗത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ ഹൃദയത്തിൽ യേശുവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ അവൻ സ്വാഭാവികമായിട്ട് ദൈവത്തിങ്കിലേക്ക് മാനസാന്തരപ്പെടുന്നു. അതാണ് യോഹന്നാൻ സ്നാപകൻ വന്നിട്ട് വളരെ കൃത്യമായിട്ട് പ്രസംഗിച്ചത്. ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. അതുകൊണ്ട് അച്ചായന്മാരെ, നിങ്ങൾ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണം. അക്ബർ സാഹിബെ, നിങ്ങളും നിങ്ങളുടെ അനുയായികളും മാനസാന്തരപ്പെട്ട് സുവിശേഷമായിരിക്കുന്ന യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം. അപ്പോഴാണ് യഥാർത്ഥത്തിൽ ജീവൻ, സമൃദ്ധിയായ ജീവൻ നമുക്കുണ്ടാകുകയും നമ്മുടെ രാജ്യം അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും. എല്ലാ ഭീകരവാദവും നമ്മുടെ നാട്ടിൽ നിന്ന് മാറിപ്പോകും. അയൽ രാജ്യങ്ങളും ഈ യേശുവിനെ അറിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് സന്തോഷമായിട്ട് ഐക്യത്തോടുകൂടെ സാഹോദര്യ ബന്ധത്തിൽ ജീവിക്കാനും സാധിക്കും. അതിനിടയാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളുടെ സ്വന്തം തേക്കടലച്ചൻ.